സുഹൃത്തുക്കളെ, എൻ്റെ പേര് സ്നേഹജൻ. ഇപ്പോൾ റംലാൻ മാസമാണിത്. നോമ്പ് തുറക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു അപ്പമാണ് സമൂസ. സമൂസ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് അതിന്റെ ലീഫ് മാർക്കറ്റിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നു. അത് അതെല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കുന്നു. എന്നാൽ ഈ സമൂസ ഉണ്ടാക്കുന്ന ലീഫ് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇതൊരു തരം പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ ലീഫ് നമ്മൾ കത്തിച്ചാൽ ഇത് ഒരിക്കൽ കത്താൻ പാടില്ല. എന്നാൽ ഇതിൽ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കത്തും. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കൂടുതലായി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്യാൻസർ പോലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണെന്ന് ഈ കത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒറിജിനൽ മൈദമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരിക്കലും നമ്മൾ കത്തിച്ചാൽ അത് കത്തില്ല. പക്ഷെ അതിൽ മറ്റേ പ്ലാസ്റ്റിക് കോട്ടിങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കത്തും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അല്ല, ഇത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാതെ മൈദമാവ് മാത്രമാണെങ്കിൽ ഒരിക്കലും ഇത് കത്തില്ല. ഇത് കത്തുന്നതാണ്. അതിന്റെ ഒരു പുക പോകുന്നത് പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് ഉണ്ടാകുന്ന പുകയാണിത്. ആ പുകയാണിത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് അടങ്ങിയ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. ഇത് സ്മെല്ല് ചെയ്ത് നോക്കാവുക. ഒരുതരം പ്ലാസ്റ്റിക് കത്തിച്ച അതേ മണമാണ് നമുക്കിത് മണക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലായി നമ്മൾ സമൂസ ഒരിക്കലും കഴിക്കരുത്. സമൂസ കഴിച്ചാൽ ഇതുപോലുള്ള മാരക രോഗങ്ങൾ